ശ്രീ വസന്ത് തിരിച്ചു വരാം. ശ്രീ സലീം മടവൂർ തിരിച്ചു വരാം. വസന്ത്, ഈ പറഞ്ഞതിനൊക്കെ മറുപടി വേണം. കാരണം അത്തരം നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾക്ക് അപ്പുറമുള്ള പല കാഴ്ചകളും അവിടെ സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞു തന്നെയാണ് രക്ഷാപ്രവർത്തനം എന്ന വാക്ക് ഉപയോഗിച്ചില്ല എന്നേ ഉള്ളൂ. ഈ പാവം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ രക്ഷിക്കാനാണ് മറ്റുള്ളവർ ശ്രമിച്ചത് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. ശ്രീ സലീം മടവൂറിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുണ്ട്. ഒന്ന് അദ്ദേഹം ചോദിക്കുന്നത്, ഈ സമരം പ്രഖ്യാപിത സമരമാണോ? യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സംസ്ഥാന വക്താവ് എന്ന നിലയിൽ ഞാൻ പറയാം, ഈ സമരം കല്യാശ്ശേരി മുതൽ പ്രഖ്യാപിത സമരമാണ്. എങ്ങനെയാണ് അത് ഉണ്ടായത്? കല്യാശ്ശേരിയിൽ ഞങ്ങളുടെ പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ വെക്കുന്നു. അതിനെയാണ് പൗരാവകാശ ലംഘനം എന്ന് പറയുന്നത്. അത് ശ്രീ സലീമിന് മനസ്സിലാവാത്തത്, അധികാരത്തിന്റെ തിമിരം നിങ്ങളുടെ കണ്ണിൽ ബാധിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചെവിയും മൂടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പൗരാവകാശ ലംഘനം. അതിനെതിരെയാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നിട്ടുള്ളത്. അതിൽ CPM-നും പങ്കുണ്ട്, ഞാനത് തള്ളിപ്പറയില്ല. പക്ഷെ നിങ്ങൾ ഇന്ന് അതൊക്കെ മറന്നുപോയി. ആ പൗരാവകാശ ലംഘനത്തിനെതിരെയാണ് ആദ്യമായി സമരം വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ അടക്കം തല തല്ലിപ്പൊളിക്കുന്ന രക്ഷാപ്രവർത്തനത്തിലേക്ക് നിങ്ങൾ കടന്നു. അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞു, എന്താ, തിരുവനന്തപുരത്ത് എത്തുന്നോടം വരെ കരിങ്കൊടി കണ്ടേ പിണറായി വിജയൻ കടന്നു പോകൂ എന്ന് പറഞ്ഞാൽ അത് പ്രഖ്യാപിത സമരമാണ്. അല്ലാതെ നിങ്ങളുടെ AKG സെന്ററിലേക്ക് ഫാക്സ് അടിക്കണം, കമ്പി അടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ സൗകര്യമില്ല എന്നേ പറയാൻ സൗകര്യമുള്ളൂ. രണ്ട്, അദ്ദേഹം ചോദിച്ചത് എന്തിനാണ് ഈ സമരം? അതിൽ ഒന്ന് പൗരാവകാശ ലംഘനമാണ്. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാർ മുതലാളിമാരുടെ, കോറി മുതലാളിമാരുടെ കോടികൾ സർക്കാരിൽ നിന്ന് കൊടുക്കാനുള്ള ബാർ മുതലാളിമാരുടെയും കോറി മുതലാളിമാരുടെയും തിണ്ണ നിരങ്ങുന്ന നിങ്ങളുടെ സർക്കാരിനെതിരെയാണ് ഈ സമരം. ഇനി എന്തിനാണ് ഈ സമരം? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ നേരത്തെ ഒരു ഡ്രൈവറിന്റെ വലിയ മഹാത്മ്യം പറഞ്ഞല്ലോ ശ്രീ സലീം. ആ ഡ്രൈവറിന് എത്ര മാസത്തെ ശമ്പള കുടിശ്ശിക കൊടുക്കാനുണ്ട്? നിങ്ങളുടെ പിണറായി തമ്പുരാന്റെ പല്ലക്ക് ചുമന്നുകൊണ്ട് വന്ന KSRTC ഡ്രൈവർ പോലും ഇപ്പോഴും ശമ്പളവും പെൻഷനും അടക്കം കുടിശ്ശിക നിൽക്കുന്ന സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ പെടുന്നവരാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ അനിയന്ത്രിതമായ ദൂർത്ത്, അതിനെതിരെയാണ് ഈ സമരം. പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്താണ്, വനിതാ പ്രവർത്തകയുടെ വസ്ത്രം വലിച്ചു കീറിയത് ഇവിടെയുള്ള വനിതാ പോലീസുകാരാണ്. അദ്ദേഹത്തിന്റെ ക്യാപ്സ്യൂളൊക്കെ കേട്ടാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പ്രസംഗിച്ചുകൊണ്ടിരുന്ന വേദിയിലേക്ക് ടിയർ ഗ്യാസും കണ്ണീർ വാതകവും ഒക്കെ ഇട്ടത് മോളിൽ കൂടെ പോയ ഏലിയൻസ് അവരുടെ പറക്കും തളികയിൽ നിന്ന് ഇട്ടതാണ് എന്ന് പറഞ്ഞാൽ അതുകൂടി നമ്മളങ്ങ് വിശ്വസിച്ചേക്കണം. അതുകൂടി വാമൂടാതെ മിണ്ടാതെ വിഴുങ്ങിയേക്കണം എന്ന് വെച്ചാൽ ഇത് CPM-ന്റെയോ നിങ്ങളുടെ LDF-ന്റെയോ പാർട്ടി ക്ലാസ് അല്ല, ചാനൽ ചർച്ചയാണ്. അതിനും സൗകര്യമില്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇനി മനസ്സിലാക്കൂ, എന്താണ് നിങ്ങളുടെ ന്യായീകരണ ക്യാപ്സൂളുകൾ മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞപ്പോഴാണല്ലോ കൊല്ലത്ത് ഞങ്ങളുടെ പ്രവർത്തകർ, ഞാൻ പറഞ്ഞല്ലോ 1000-ഓളം വരുന്ന പ്രവർത്തകർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിനിടയിൽ കേസുണ്ട് ശ്രീ രഞ്ജിത്ത്. ഏതാ ഒരു DYFI-കാരനെതിരെ ഉണ്ടോ? മനോരമ പത്രത്തിൽ വളരെ വെണ്ടയ്ക്ക മുഴുപ്പിൽ അച്ചടിച്ചു വന്നില്ലേ, പോലീസുകാർ ഫൈബർ ലാത്തിയുമായി ഓടുന്ന പോലീസുകാരുടെ നടുക്കൂടെ ചില മോഹൻലാൽ ചിത്രങ്ങളിലൊക്കെ മോഹൻലാൽ ഇങ്ങനെ നടന്നു വരുന്നത് പോലെ കമ്പി വടിയുമായി DYFI ജില്ലാ കമ്മിറ്റി അംഗം ഓടുകയാ. അദ്ദേഹത്തിനെതിരെ കേസുണ്ടോ? 320 അടക്കം. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിൽ ഇറക്കുന്നു, സമരത്തിനെതിരെ കേസുണ്ടാവും, അവരുടെ ജീവിതം നശിപ്പിക്കപ്പെടും. PDPP ആണ് സാർ അതിൽ കേസെടുക്കാൻ പറ്റുക, PDPP ആക്ട്. അപ്പോ അതിന്റെ കേസൊക്കെ നോക്കാൻ യൂത്ത് കോൺഗ്രസിന് അറിയാം. നിങ്ങളുടെ സഹായത്തിന് വേണ്ടി AKG സെന്ററിന്റെ തിണ്ണ നിരങ്ങാൻ യൂത്ത് കോൺഗ്രസ് വരുമെന്ന് നിങ്ങൾ കരുതേണ്ട. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇത് പ്രത്യക്ഷത്തിൽ ഫലം കണ്ടോ എന്ന് ശ്രീ സലീം ചോദിക്കുക. ഞങ്ങളുടെ സമരങ്ങൾ ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത്, ലോകത്ത് എവിടെയെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന പ്രധാന ഉദ്യോഗസ്ഥന് തന്നെ സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് ഏതെങ്കിലും സർക്കാർ പോയിട്ടുണ്ടോ? എന്നാൽ ഈ സർക്കാർ പോയിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ സമരമാണ്. മറിയക്കുട്ടിക്ക് അനുകൂലമായി ഹൈക്കോടതി ഈ സമരം പുറപ്പെട്ടതിന് ശേഷം, ഞാൻ 3 വർഷം ഇരുന്ന് നിയമം പഠിച്ച് നിയമബിരുദം പാസ്സായ ആളാണ്. ഈ ഹൈക്കോടതി കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ ഈ സമരം പുറപ്പെട്ട് ഇന്നലെ വരെ 6 തവണയാണ് സംസ്ഥാന സർക്കാരിനെ വാക്കാൽ വിമർശിക്കുന്നത്. 6 തവണ കേട്ടില്ല നിങ്ങൾ? യൂത്ത് കോൺഗ്രസ് മാത്രമല്ലെന്നേ, ഹൈക്കോടതി അടക്കം നിങ്ങൾക്കെതിരെ 6 തവണ രൂക്ഷമായ വിമർശനങ്ങൾ അടിച്ചുകൂട്ടി. അതാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി കാണാത്ത പലതും കോടതി കണ്ടുകൊണ്ടാണ് ഗൺവാനെതിരെയുള്ള കേസ് നടക്കുന്നതെന്ന്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇനിയും സമരങ്ങളുമായി മുമ്പോട്ട് പോകും. കേൾക്കാത്ത ചെവികൾ, മൂടപ്പെട്ട ചെവികൾ അത് തുറക്കുന്നോടം വരെ യൂത്ത് കോൺഗ്രസ് സമരവുമായി രംഗത്ത് തന്നെ ഉണ്ടാവും.